ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റ് എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയയെ പറ്റിയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം കറണ്ട് അഫയേഴ്സ്. ഈ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ എങ്ങനെയാണ് മാർക്ക് മേടിക്കാൻ പോകുന്നത്? സാധാരണ എല്ലാ പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആണ് നമ്മളിവിടെ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത്. പത്രവാർത്തകൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പം നമുക്ക് ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇന്ന് ആദ്യം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്, നോക്കിക്കോളൂ, നമ്മുടെ 2024 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസുകളാണ് നമ്മൾ വരുന്നത്. ഫസ്റ്റ് വീഡിയോ 2024ലെയാണ്. നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്ററിൻ്റെ മാർക്ക് വെയിറ്റേജുകൾ നമ്മുടെ ജനറൽ പേപ്പറിനെ നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ 18 മാർക്ക് വരെ ചോദിക്കാം. ടീച്ചിങ്, ലേണിങ്, ഇവാലുവേഷൻ എന്നുള്ള ഏരിയാസിൽ നിന്ന് 32ഓളം ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ ആകട്ടെ, ICT ആകട്ടെ, റിസർച്ച് ആകട്ടെ തുടങ്ങിയ ഏരിയാസ് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏകദേശം 10 മാർക്കോളമാണ്. കറണ്ട് അഫയേഴ്സ് നോക്കിക്കേ, 32 മാർക്കോളം ചോദിക്കുന്നുണ്ട്. ലാംഗ്വേജ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് 20 മാർക്ക്, ജനറൽ സ്റ്റഡീസ് 28 മാർക്ക്. ഇങ്ങനെയൊക്കെയാണ് ഒരു മാർക്ക് ഓരോ വർഷങ്ങളും വെയിറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ കറണ്ട് അഫയേഴ്സ്, GKയുടെ ഒപ്പമുള്ള കറണ്ട് അഫയേഴ്സും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ പറയുന്ന മാർക്ക് പറയുന്നത്. 32ഓളം ചോദ്യങ്ങളെ കാണുന്നു. അപ്പോൾ എന്താണ് ഈ ചോദ്യങ്ങൾ ഒന്ന് നോക്കിയാലോ? ആദ്യം കണ്ടോ, പുസ്തകങ്ങൾ കയറി ചോദിക്കാറുണ്ട്. ആ പുസ്തകങ്ങൾ നമുക്ക് എല്ലാം ഇപ്പം എന്നോട് ചോദിക്കും, ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ കാണാതെ പഠിച്ചിട്ട് വരിക? അതിനൊക്കെ നമുക്ക് ടെക്നിക്കുണ്ട്. ഇവിടെ ചോദിച്ചേക്കുന്നത് കുക്കിംഗ് ടു സേവ് യുവർ ലൈഫ് എന്ന് പറഞ്ഞൊരു ബുക്കിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇന്ത്യയിൽ ആ വർഷങ്ങളിലൊക്കെ ഇറങ്ങുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, തൊട്ടടുത്ത വർഷങ്ങളിൽ ബാക്കിലേക്കുള്ള വർഷങ്ങളിലൊക്കെ ഇറങ്ങിയ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഇനിയും അവിടെ നമ്മുടെ ഇന്ത്യൻ റൈറ്റേഴ്സിന്, നൊബേൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റേഴ്സിനെ പ്രത്യേകം പഠിക്കണം. ഓക്കെ, ഇൻ്റർനാഷണൽ ഡേയ്സ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരൊറ്റ പോർഷൻ UN എന്ന് പറയുന്നതും UNൻ്റെ സംഘടനകളും സ്റ്റാറ്റിക് GKയുമായി ബന്ധപ്പെട്ട് ആദ്യം പഠിക്കണം. എന്തിനാണ് ഓരോ സംഘടനകളും, UNDP അതിൻ്റെ ധർമ്മം എന്തൊക്കെയാണ്, അടുത്തത് UNൻ്റെ ജനറൽ അസംബ്ലിയുടെ അവരെന്തൊക്കെയാണ് തീരുമാനങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറയാം, ഫുട്ബോൾ ഡേ ആണ് ചോദിച്ചത്. ഫുട്ബോൾ ഡേയുടെ പ്രത്യേകതയുണ്ട്. അതായത് 2024 ഈ UN ഫുട്ബോൾ ഡേ വരുന്നത്. എന്തിനാണ്? 1924 പാരീസ് ഒളിമ്പിക്സിൽ എല്ലാ ലോകരാജ്യങ്ങളെല്ലാം കൂടി ഒരു ഫുട്ബോൾ മത്സരം നടത്തുകയുണ്ടായി. അതിൻ്റെ ഓർമ്മ 100ാമത്തെ വർഷം വന്നതാണ് 2024. അതുകൊണ്ടാണ് UN വേൾഡ് ഫുട്ബോൾ ഡേ ആചരിച്ചത്. മനസ്സിലായോ? അപ്പം അതിനൊരു റെലവൻസ് ഉണ്ട്. ഓരോ വർഷത്തിൻ്റെയും 100ാം വർഷം അല്ലെങ്കിൽ അതിൻ്റെ ആചരിക്കുന്നതൊക്കെ നിങ്ങളുടെ പരീക്ഷ നടക്കുന്ന വർഷങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ പരിഗണന അതിനുവേണ്ടി കൊടുക്കുക. അതിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം വൈക്കം സത്യാഗ്രഹം അതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 100ാം വാർഷികം ആചരിച്ച വർഷങ്ങളിൽ PSCയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിധം LBSും ഒക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഏത് ക്വിറ്റ് ഇന്ത്യ ആണെങ്കിൽ അങ്ങനെ അതിനുമായി ബന്ധപ്പെട്ട 100ാമത്തെ വാർഷികങ്ങൾ പ്രത്യേകം പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം അവാർഡ്സിനകത്ത് നമ്മൾ എന്തൊക്കെ അവാർഡ്സ് പഠിക്കും? ഓസ്കാർ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, പത്മശ്രീ ചോദിക്കാറുണ്ട്, പിന്നെ കേരള പുരസ്കാരങ്ങൾ ചോദിക്കാറുണ്ട്, പിന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട അവാർഡുകൾ, എഴുത്തച്ഛൻ, വയലാർ, പത്മപ്രഭ പുരസ്കാരങ്ങൾ, പിന്നെ നമ്മുടെ ഓരോ ബഷീർ സ്മാരക, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ നമ്മളധികം കേൾക്കാത്തതുമായിട്ടുള്ളതും ഒക്കെയും ചോദിക്കാറുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, അവരുടെ പുസ്തകങ്ങൾ. അപ്പോൾ ഈ ഒരു ഏരിയാസ് പ്രോപ്പർലി നോക്കണം. അവാർഡ് പഠിക്കുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കണം, ഒരു 3 വർഷമെങ്കിലും ബാക്കിലേക്കുള്ള അവാർഡുകൾ പഠിക്കുക. അതോടൊപ്പം തന്നെ ബുക്കുകൾ മാത്രമല്ല, ആ ബുക്കുകൾ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ വിവർത്തനമാണോ ആ ബുക്ക് എഴുതിയിരിക്കുന്ന ആളുടെ ഫേമസ് ആയിട്ടുള്ള മറ്റു ബുക്കുകളും ഈ അവാർഡിൽ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ പഠിക്കുക. ഇനിയും ഒരു സ്പോർട്സ് ഇവൻ്റ് ആണെങ്കിൽ അവരെന്ത് വിഭാഗത്തിലാണ്, അതിൻ്റെ കാറ്റഗറി, ഇപ്പം റിലേയിലാണെങ്കിൽ ഏത് മീറ്ററിലാണ്
എന്നുള്ളത് ക്ലാരിറ്റി വരുത്തുക. വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്തിലാണ്, അങ്ങനെ വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സോ അവാർഡ് ആൻഡ് ഓണേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സിലും ലിറ്ററേച്ചർ എല്ലാ ഭാഗങ്ങളിലും, സാംസ്കാരികം, സിനിമ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇത്തവണ ചോദിച്ചത് പത്മശ്രീയുമായി ബന്ധപ്പെട്ട ചെറുവയൽ രാമനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് തന്നു. ഇത്ര രീതിയിലുള്ള നെല്ല് സംരക്ഷണമാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇനി നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ടെക്നോളജി, സയൻസ്, ടെക്നോളജി തുടങ്ങിയ ഏരിയാസിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത്തവണ ചോദിച്ചിരിക്കുന്നത് സൈബർ ലോയാണ്. സൈബർ ലോയിലെ IT ആക്ട് സെക്ഷൻ 66E എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ IT പ്രോപ്പറായിട്ട് പഠിക്കണം. ഒരുപാട് പേര് എനിക്ക് IT അറിയില്ല, ഞാനത് ഒഴിവാക്കുന്നു എന്നല്ല പറയേണ്ടത്. ഈ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ഏരിയാസിൽ തന്നെ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളായിരിക്കും. ആൻറ്റിവൈറസിൻ്റെ പേരുകൾ, അല്ലെങ്കിൽ മാൽവെയർസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്കൊരു ആപ്പ് തന്നിട്ട് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഈ സൈബറുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും ഈ അടുത്തിടെ വരുന്നുണ്ട്. ഗവൺമെൻറ് പ്രോഗ്രാംസ്, ഇതൊക്കെ ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. സൈബർ ലോസിൽ നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് സെക്ഷൻസ് മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ആ സെക്ഷൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇത് പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി ഡിഫൻസിൻ്റെ ടെക്നോളജിയാണ്. ഡിഫൻസിൻ്റെ ടെക്നോളജിയിൽ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന ഒരു മിഷനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചത്. അപ്പം ഈ ഡിഫൻസിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൻസിൻ്റെ ടെക്നോളജി പഠിക്കാനായിട്ട് എന്താ ചെയ്യുക? നമുക്ക് ഈ നമ്മുടെ വെബ്സൈറ്റുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ISROയുടെ ആയാലും DRDOയുടെ ആയാലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, ഇന്ത്യയിൽ ഡിഫൻസ് ടെക്നോളജിയുമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെ വെബ്സൈറ്റാണ് ഏറ്റവും നല്ല ഒരു ടൂൾ എന്ന് പറയുന്നത്. ഇനി അവിടെ പഠിക്കുമ്പോൾ തന്നെ അല്പം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇത് പഠിക്കണം. കാരണം ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദിവ്യാസ്ത്ര എന്താണ്, അല്ലെങ്കിൽ MARVയുടെ ഫുൾ ഫോം ഒക്കെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അത് ഓരോ ടേംസും എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഹ്രസ്വദൂര മിസൈലാണോ, ബാലസ്റ്റിക് മിസൈലാണോ, ഇതിൻ്റെ പരിധി എത്രയാണ്, ഇത് എവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത്, വിക്ഷേപണ കേന്ദ്രങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണോ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ പ്രോപ്പർലി തന്നെ പഠിക്കുക. ഇനി നോക്കിക്കേ, അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അൻറ്റാറസ് സ്റ്റാറിനെ പറ്റിയാണ്. അൻറ്റാറസ് സ്റ്റാർ എന്താണ്, അൻറ്റാറസ് എന്ന് പറയുന്നത് എന്താണെന്നായിരുന്നു ചോദിച്ചത്. അപ്പം ഈ അൻറ്റാറസ് എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടില്ല എങ്കിൽ അവിടെ ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് ആയിരുന്നു ചോദിച്ചത്. ഇതൊരു സ്റ്റാർ ആണോ, ഇതൊരു സോഫ്റ്റ്വെയർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അതാണ് പറയുന്നത്. ആ ഒരു പലപ്പോഴും പത്രവാർത്തകളിൽ വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അസ്ട്രോണമിയുടെ ഭാഗത്തിൽ വരുന്ന പദങ്ങൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തന്നെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രത്യേകം നോട്ട് കൊടുക്കുന്ന ഒരു ഏരിയയാണ് IIT എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റ് വാങ്ങുന്ന ഒരു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് IIT പറയാൻ പറ്റും. ഓരോ IITയുടെയും പ്രത്യേകതകൾ ചോദിക്കാറുണ്ട്. ഇത് IIT ഖരഗ്പൂർ. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒരു തവണ പോലും ഈ IIT ഇല്ലാതില്ല. ഇപ്പം കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ വാരി വലിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ മാഗസിൻ പഠിക്കുക എന്നുള്ളതല്ല. ഇതൊക്കെ നിങ്ങൾക്ക് തനിയെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സമയമെടുക്കും ഈ നോട്ട് കിട്ടാനായിട്ട്. കാരണം നിങ്ങളുടെ കോർ ഏരിയയിലെ സബ്ജക്റ്റിലായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ അങ്ങ് വിട്ടുപോകും, ഇതെങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോ? കാരണം 32ഓളം മാർക്കുകൾ ഈ പറയുന്ന GK ന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും കൂടെ ഉൾപ്പെടുത്തി ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വെയിറ്റേജ് ലഭിക്കാനായിട്ട് എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭിക്കുമെന്നും, നിങ്ങൾ താല്പര്യമുണ്ട് എങ്കിൽ ഇപ്പോൾ പുതിയൊരു ക്രാഷ് കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ 30 ദിവസം കൊണ്ട് നമുക്ക് സബ്ജക്റ്റും, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതുമായിക്കോട്ടെ ആ സബ്ജക്റ്റിനും അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിനും പ്രാധാന്യം കൊടുത്തത് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യേണ്ട നമ്പറാണ് 9746455514. ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. സെറ്റ് എക്സാം നിരവധി കുട്ടികളാണ് നമ്മളോട് പാസ്സാകുന്നത്. ഇനി വീണ്ടും ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, സ്പേസ് ആൻഡ് പേഴ്സൺസ് ഇൻ ന്യൂസിനകത്ത് ഒലേൻ കൊന്നങ്കോരെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഇത് റഷ്യക്കാരനാണ്. പ്രത്യേകത എന്താണ്? നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്ന സുനിത വില്യംസും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം എന്തിനെപ്പറ്റി, എന്തിൽ വരുന്നത്, നമ്മുടെ ബഹിരാകാശത്ത് താമസിച്ച ആളെ പറ്റിയാണ് ചോദിച്ചത്. അപ്പം നമ്മൾ പത്രവാർത്തകളിലുള്ള പ്രാധാന്യം വീണ്ടും മനസ്സിലായല്ലോ.
ഡിഫൻസിൻ്റെ എക്സസൈസ് ഇതില്ലാത്തതില്ല. ഡിഫൻസിന് എന്തായിരിക്കും എക്സസൈസ് വരുന്നത്? നമ്മുടെ വരുൺ എന്താണ്, അല്ലെങ്കിൽ തരംഗ് എന്താണ്, ശക്തി പ്രകടനം എന്താണ്? ഇതൊരു എയർഫോഴ്സിൻ്റെ പ്രകടനമാണ് ശരിക്കും തരംഗ് ശക്തി 2024 ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ തരംഗ ശക്തി ചോദിക്കുമ്പോൾ എന്താ എയർഫോഴ്സ് മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസിൻ്റെ എക്സസൈസ് കപ്പലിൽ നമ്മുടെ 3 മീഡിയേഴ്സിലുള്ളത് വ്യോമസേനയുടെയും അതോടൊപ്പം തന്നെ നാവികസേനയുടെയും അവിടെ കരസേനയുടെയും എക്സസൈസുകൾ, പ്രത്യേക മിലിറ്ററി എക്സസൈസുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. അടുത്ത് നോക്കിക്കേ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോർഷൻസ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആദ്യം അതിൻ്റെ ബേസിക്ക് പോയി പഠിക്കണം. അതായത് ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് G20, EU, നാം, അറബ് ലീഗ് തുടങ്ങിയ എല്ലാ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ പറ്റി ഒരു ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതെന്താ പഠിക്കേണ്ടത്? അതിന് ഇപ്പോഴത്തെ ആരാണ് പ്രസിഡൻറ്റ്, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. അതിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ കൂട്ടായ്മകളാണെന്നുണ്ടാവും. പിന്നെ അതിൽ തന്നെ എന്തായിരിക്കും, ഒരു ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ അവരെന്തെങ്കിലും ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് വലിയ റെലവൻസ് ഉണ്ടാകും. ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമാണെങ്കിൽ അത് ഇന്ത്യയിലുണ്ടെങ്കിൽ വലിയ റെലവൻസ് ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ നോക്കണം. കറണ്ട് അഫയേഴ്സ് ആ പോയിന്റ്സിൽ സ്റ്റാറ്റിക് GK പഠിച്ചിട്ട് അതിന് മുകളിലേക്കാണ് അവിടെ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ ഭാഗമായിട്ടുള്ള ഫിനാൻസ് കമ്മീഷനിലൊക്കെ എന്തായിരിക്കും, അപ്പോയിൻമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ നോക്കി വെക്കുന്നത്, അല്ലേ? ഇപ്പം അവിടെ ആരാണ് അവിടെ നയിക്കുന്നത് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം ആ ഒരു പോയിന്റ് പഠിക്കുമ്പോൾ തന്നെ ആ കമ്മിറ്റിയെ പറ്റി ഒന്ന് നോക്കിയിരിക്കുക. ആ കമ്മിറ്റിയിൽ ആരുണ്ട്, കമ്മിറ്റി ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിലേതാ തെറ്റെന്നായിരിക്കും ചോദിക്കുന്നത്. അതല്ലാതെ അപ്പോയിൻമെൻറ്റ്സ് മാത്രമായിട്ട് പഠിച്ചിട്ട് പോകരുത്. അപ്പോയിൻമെൻറ്റ്സിൻ്റെ പുറകിലുള്ള GKയും കൂടെ പഠിക്കുക. അടുത്തത് സ്പേസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒഡീസസ് മൂൺ ലാൻഡർ എന്ന് പറഞ്ഞ ഒരു മൂണിലേക്കുള്ള US-ൻ്റെ പരിവേഷണ വാഹനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചന്ദ്രയാൻ വന്നപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, നിരവധി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മൂൺ ലാൻഡറൊക്കെ എനിക്ക് തോന്നുന്നു സ്പേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിക്കാറുള്ളതാണ്. ഇൻ്റർനാഷണൽ ഡേയ്സ് ആൻഡ് തീംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഡേയ്സ് എപ്പോഴും UN സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ അതുകൊണ്ടാണ് ഇത്തവണ ചോദിച്ചത് തദ്ദേശീയ ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ചോദിച്ചത്, പരിഗണന കൊടുത്തത്. എക്കണോമിക് ആൻഡ് ഇൻഷുറൻസ് ഏരിയാസിൽ നിന്നും ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു കോമൺ ആയിട്ട് ഏരിയാസ് ചോദിച്ചിരിക്കുന്നത്. മറ്റുള്ള പോയിന്റ്സോടെ ഞാൻ വായിക്കാം. സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് പ്രോഗ്രാംസ്, സ്പേസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട യുനെസ്കോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഹെൽത്ത് ആൻഡ് മെഡിസിൻ. വീണ്ടും തീമുകൾ കണ്ടോ, ഇൻ്റർനാഷണൽ ഡേയ്സ് ചോദിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സ്കീംസ്. കേരളത്തിലേക്ക് വരുവാകുമ്പം വളരെ കുറച്ച് കറണ്ട് അഫയേഴ്സേ ചോദിച്ചിട്ടുള്ളൂ. ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനിയും ജുഡീഷ്യറി, കോൺസ്റ്റിറ്റ്യൂഷൻ വീണ്ടും ആ ഭാഗത്തു നിന്നാണ്. അപ്പം നോക്കിക്കേ, നമ്മൾ NCERT ഡയറക്ടേഴ്സ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഏറ്റവും പ്രാധാന്യം എന്ത് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കറണ്ട് അഫയേഴ്സിന് തന്നെ കൊടുക്കുക. സ്പേസ് കണ്ടോ, സയൻസിന് എന്തോരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, സയൻസിലെ എന്തോരം പ്രോഗ്രാംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ IT റിലേറ്റഡ് പ്രോഗ്രാംസ്, മനസ്സിലായോ, പഠിക്കേണ്ട രീതികൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കുന്നു. ഇനി ഇതൊക്കെ വലിയ പ്രയാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ച് കുറച്ചധികം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പമാകും. പക്ഷേ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചാൽ ഇതൊന്നും പേടിക്കേണ്ടതല്ല. ഇനി ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാം. കുക്കിംഗ് ടു സേവ് യുവർ ലൈഫ് ഈസ് എ കുക്ക് ബുക്ക് കണ്ടെയ്നിങ് എ കളക്ഷൻ ഓഫ് റെസിപ്പീസ് ഓതേർഡ് ബൈ ഇന്ത്യൻ നോബൽ ലൊറേറ്റ് ആണ്. ആരാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കേ, രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്, അമർത്യ സെൻ ഉണ്ട്, അഭിജിത്ത് ബാനർജി ഉണ്ട്, CV രാമനുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ, ഒന്നുകൂടെ വായിച്ച് നോക്കാം. നമുക്ക് മനസ്സിരുത്തി വായിക്കണേ ക്വസ്റ്റ്യൻ. കുക്കിംഗ് ടു സേവ് യുവർ ലൈഫ് ഈസ് എ കുക്ക് ബുക്ക് കണ്ടെയ്നിങ് എ കളക്ഷൻ ഓഫ് റെസിപ്പീസ്. അതായത് വെറുതെ ഒരു ബുക്ക് എഴുതിയതല്ല, റെസിപ്പീസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അത് ആർക്കേ എഴുതാൻ പറ്റത്തുള്ളൂ? ഒരു കുക്കിനോ അല്ലെങ്കിൽ അത് അത്രയും ഇതായിട്ടുള്ളവർക്കല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. രവീന്ദ്രനാഥ് ടാഗോർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലിറ്ററേച്ചറുമായിട്ടല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്നും അറിയത്തില്ലെങ്കിൽ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? അമർത്യ സെന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? സാമ്പത്തികത്തിന് നമുക്ക് നൊബേൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. ആണോ? ഇനി നിങ്ങൾക്ക് അഭിജിത്ത് ബാനർജി അറിയത്തില്ല, നമ്മുടെ നിർത്തേ. CV രാമനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? CV രാമൻ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നു. ഈ ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തോ? ആൻസർ എന്തിലേക്ക് മാറി? അഭിജിത്ത് ബാനർജിയിലേക്ക് മാറ്റിയോ? അപ്പോൾ നമുക്കിത് അറിയില്ല എന്നല്ല, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എലിമിനേഷനിൽ കൂടെ പോകാൻ പറ്റും അല്ലേ? അടുത്ത് നോക്കിക്കേ ക്വസ്റ്റ്യൻ.
ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ഇൻ്റർനാഷണൽ ഡേ ഓഫ് വേൾഡ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾ എന്നാണ് ചോദ്യം വന്നേക്കുന്നത്. എനിക്കൊന്നും ഇതിനകത്ത് സ്റ്റാറ്റിക് അറിയത്തില്ല, ഒന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ ആദ്യം നോക്കുന്നു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓഗസ്റ്റ് 9 എല്ലാ ദിവസവും നടത്തുന്നത്? അറിയില്ല. അതിൻ്റെ തീം അറിയില്ല. എസ്റ്റാബ്ലിഷ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻ 1994 ത്രൂ റെസൊല്യൂഷൻ ഓഫ് 49/214. ഇതും വലിയ പിടിയൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു UN വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു കയറിയാൽ ഒരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDP ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഈ UNDP എന്ന ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. കൂടുതലും ഇവിടെ എന്തായിരിക്കും, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് തന്നെയാണ് അവർ വേണ്ടത്. ഇവിടെ എന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമാണോ? ഒരിക്കലുമല്ല. അപ്പം നമുക്ക് മനസ്സിലായി UNDP എന്തായാലും ഇവിടെ എന്ത് വരത്തില്ല, ഇങ്ങനൊരു പ്രോഗ്രാം കൊണ്ടുവരത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ 3 ഇല്ലാത്ത ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 3 ഉണ്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 3 ഉണ്ട്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. നാലാമത്തതിലുണ്ടോ? ഇല്ല. അപ്പം നമുക്കതായിരിക്കും ആൻസർ. കണ്ടോ, എലിമിനേഷൻ ടെക്നിക്ക് കുറച്ചധികം GK നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? കറണ്ട് അഫയേഴ്സ് പേടിക്കണ്ടോ? ഇല്ല. ഇങ്ങനെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. നിങ്ങൾ ഈ രീതിയിൽ ഫോളോ ചെയ്താൽ മതി. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ ഗ്രൂപ്പ് ഓഫ് നേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. യൂറോപ്യൻ യൂണിയൻ ആൻഡ് ആഫ്രിക്കൻ യൂണിയൻ ആർ മെമ്പേഴ്സ് ഓഫ് G20. എനിക്ക് ഉറപ്പൊന്നുമില്ല, അറിയില്ല എന്നങ്ങ് വിചാരിച്ചോ. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് വെച്ച് നോക്കിയേ. യൂറോ ഇസ് ദ കോമൺ കറൻസി ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ. ഇത് നമ്മളിപ്പോൾ എപ്പോഴും കഴിഞ്ഞ കുറേ നാളായിട്ട് കിട്ടും. കോമൺ കറൻസിയാണോ? യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളിലെയും കോമൺ കറൻസി ആണോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതല്ലെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്ക് അവിടുന്ന് പിടിച്ചു പോരാൻ പറ്റും. ഇതിൻ്റെ ഓപ്ഷൻസും അങ്ങനെ തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ നന്നായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അടുത്തത് വീണ്ടും നോക്കിയേ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ഫിനാൻസ് കമ്മീഷൻ ഇൻ ഇന്ത്യ. നോക്കിക്കേ. ഫിനാൻസ് കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ട് പീരിയോഡിക്കലി അണ്ടർ ദ ആർട്ടിക്കിൾ ഓഫ് 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പഠിച്ച് വെക്കേണ്ട പോർഷനാണ്. എന്നിരുന്നാലും ഞാൻ പറയാം, ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ദ ചെയർമാൻ ആൻഡ് 7 അതർ മെമ്പേഴ്സ്. The present finance commission is the 15th in the series. Aravind Panagaria is the chairman of the present finance commission. ഈ അരവിന്ദ് പനഗാരിയ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിക്കേ, നമ്മളോർക്ക് അരവിന്ദ് പനഗാരിയ അപ്പോയിൻമെൻറ്റിൽ ഉണ്ട് എന്ന് മനസ്സിലായി. 15ാമത്തതാണ് സീരീസ് എന്ന് അറിയാം, ചിലവർക്കെങ്കിലും അറിയാം. പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ നമുക്കിതിനെ എലിമിനേഷൻ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മിക്കപ്പോഴും കമ്മിറ്റികൾ എന്തിലേ വരത്തുള്ളൂ? ഓഡ് നമ്പേഴ്സിലേ വരത്തുള്ളൂ. ഈ ഓഡ് നമ്പേഴ്സിൽ വന്നാലുള്ള ഗുണം എന്താണ്? ഒരു തീരുമാനമാണ് അവിടെ ഉണ്ടാവേണ്ടത് അല്ലേ? ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 3 പേര് സപ്പോർട്ട് ചെയ്തു, 3 പേര് സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ആ തീരുമാനം മാറ്റണമെങ്കിൽ അത് എന്തായിരിക്കണം? മിക്കപ്പോഴും ഓഡ് കമ്മിറ്റി ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ അല്ലേ, ദ ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ദ ചെയർമാൻ ആൻഡ് 7 അതർ മെമ്പേഴ്സ്. ഇപ്പോൾ എത്രയായി? 8 പേരായി. പോകുമോ ഇത്? ഒരിക്കലും പോകത്തില്ല. അപ്പോൾ 2 ഇല്ലാത്തത് നോക്കിക്കേ. 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ? 1 and 4 ഉള്ളി. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതേപോലെ തന്നെ പലപ്പോഴും എലിമിനേഷൻ യൂസ് ചെയ്യാം. കുറച്ചധികം പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതേപോലെ തന്നെ എല്ലാ വർഷത്തെയും ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ കൂടെ കൂടിക്കോളൂ. ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലാസ്സുകൾ പുതിയത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എല്ലാം ഇപ്പോൾ പ്രസൻറ്റ് ഡയറക്ടർ ഓഫ് NCERT ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനാണ്. ദിനേഷ് പ്രസാദ് സൽക്കാനിയാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സും അതിൻ്റെ കറണ്ട് അഫയേഴ്സും നമ്മളുടെ കയ്യിലുണ്ടാകും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 666 സ്ട്രാറ്റജി വിച്ച് ഈസ് ഓഫൺ സീൻ ഇൻ മീഡിയ. അത് തന്നെ പറയുന്നുണ്ട്, വിച്ച് ഈസ് ഓഫൺ സീൻ ഇൻ മീഡിയ. അപ്പം നമ്മൾ പത്രം വായിക്കുന്നവർക്കറിയാം ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ വാർത്തകളിനകത്ത് ഗവൺമെൻറ് പത്രപരസ്യങ്ങളിൽ കാണുന്നതാണ്. അനീമിയുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു അപ്രോച്ചാണ്.
ആറ് രീതിയിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. കുട്ടികൾക്കൊക്കെ ഫോളിക് ആസിഡൊക്കെ കൊടുത്ത് അല്ലേ കുട്ടികളുടെ വിളർച്ച തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ന്യൂസുകളും കാണുന്നതായിരിക്കും. അതൊക്കെ പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം സെറ്റ് എക്സാമിന് മറന്നു പോകേണ്ട, ഓഗസ്റ്റ് 2-നാണ് സെറ്റ് എക്സാം വരുന്നത്. നമ്മൾ സാധാരണ ദൃശ്യ സിനിമയെ പറയുന്ന പോലെ മറന്നു പോകേണ്ട ഓഗസ്റ്റ് 2. ധ്യാനം കൂടാനല്ല ഇത്തവണ പോകുന്നത്, നമ്മളെല്ലാവരും പരീക്ഷ എഴുതാനാണ് പോകുന്നത്. സെറ്റിൻ്റെ 30 ദിവസത്തെ ബാച്ചാണ്. അടിപൊളിയായിട്ട് പഠിപ്പിക്കാനായിട്ട് സുവോളജി പഠിപ്പിക്കാനായിട്ട് അഖില മിസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് വിദ്യാ മിസ്സും ആൽഫിൻ സാറും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മാത്സ്, ഈ ബാക്കി എല്ലാ സബ്ജക്റ്റും, മാത്സ്, ബോട്ടണി, കെമിസ്ട്രി, അങ്ങനെ ഞങ്ങളുടെ അടിപൊളി അധ്യാപകരെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? HSST പോലുള്ള എക്സാംസ്, ഇപ്പം വരാൻ പോകുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലുള്ള എക്സാംസ്, നോൺ NVHC വിളിക്കുന്നു, ഇതിനൊക്കെ നിങ്ങൾക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് സെറ്റാണ്. അപ്പോൾ ആ സെറ്റ് നേടിയെടുക്കാനായിട്ട് CCയോടൊപ്പം തന്നെ നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്യുക, വിളിക്കുക, പഠിച്ചു തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഉണ്ടാകും. താങ്ക് യു സോ മച്ച്.